അതാണ് ഞങ്ങൾക്ക് സധൈര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്. സിനിമയിൽ മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, കൂട്ടുകാരുണ്ട്, അച്ഛൻ്റെ സൗഹൃദങ്ങളുണ്ട്, അമ്മാവനുണ്ട്, അമ്മായിയുണ്ട്, ഗ്രാമമുണ്ട്, കുട്ടിക്കാലം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു തിരിഞ്ഞുനോട്ടം തന്നെയാണ് സിനിമ. കുറച്ച് നാളായിട്ട് നമ്മൾ പറയാറുണ്ട് മലയാള സിനിമകൾ കാണുമ്പോൾ അയ്യോ ഇത് മലയാള സിനിമയാണെന്ന് തോന്നുന്നില്ല. മലയാള സിനിമയിലുള്ള ഒരു ഫാക്ടറും ഇതിലില്ലല്ലോ. പല സംവിധായകരുടെ പേരുകൾ ചേർത്ത് നമ്മൾ മലയാള സിനിമകളെ ഓർക്കും. 80കളിൽ ഇന്ന സംവിധായകൻ്റെ സിനിമ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു, മറ്റേ സംവിധായകൻ്റെ സിനിമകളിൽ കുടുംബ ബന്ധങ്ങൾ നന്നായി പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇതൊന്നും ആരും പറയുന്നില്ലല്ലോ. അതിനെല്ലാം ഉള്ളൊരു ഉത്തരമാണ് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമ എന്ന് പറയുന്നത്. എല്ലാ ബന്ധങ്ങളും വളരെ രസകരമായി തന്നെ കാണിച്ചിട്ടുള്ളൊരു സിനിമ തന്നെയാണത്. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയെന്നല്ല, ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് വളരെ വലിയൊരു എഫേർട്ട് തന്നെയുണ്ട്. കാരണം വളരെ നിസ്സാരമെന്ന് കരുതാവുന്ന ഒരു സംഭവമാണ്. ഒന്ന് ട്രാക്ക് തന്നെയാൽ പാളിപ്പോകാവുന്നൊരു വിഷയമാണ് അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എല്ലാ ആംഗിളിൽ നിന്നും അത് പഠിച്ചിട്ടുണ്ടാവും, അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കും. പക്ഷെ ഞാൻ ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ കഴിവതും ഒരു ഇൻ്റർവ്യൂവിൽ ഒരു അഭിമുഖത്തിന് ഇരിക്കുകയാണെങ്കിൽ മലയാള ഭാഷയിൽ തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാള ഭാഷയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്, അത് വേറൊരു വിരോധാഭാസം. എങ്കിലും ഞാൻ എഴുതുന്നത് മലയാളത്തിലാണ്. ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചതും പച്ച എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഈ ഒരു വിഷയത്തോട് നേരത്തെ തന്നെ ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അത് ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ അന്ന് ഇതേപോലെ തന്നെ സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചില്ലെങ്കിൽ ഫൈൻ അടയ്ക്കണം എന്നുള്ള പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ ഞാൻ സ്കൂളിൽ സംസാരിക്കുകയും അത് പിന്നെ PTA മീറ്റിങ്ങിൽ വെക്കുകയും അതൊരു ചർച്ചയാവുകയും പിന്നെ അത് അവിടുന്ന് സ്കൂളിൽ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹൈസ്കൂൾ ലെവലിൽ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്നൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിലെത്തിയപ്പോൾ അതിലൂടെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഞാനങ്ങനെ ഒരുപാട് മംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളല്ല. കഴിവതും മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാനൊരു തനി മലയാളിയാണ് സംസാരിക്കുകയാണെങ്കിൽ. കാരണം ഞാൻ മലയാള സിനിമകൾ ഇഷ്ടപ്പെടുന്ന, നല്ല മലയാളം ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്കൊരു ഇഷ്ടം കൂടുതൽ എന്നും മലയാളത്തിനോട് തന്നെയുണ്ട്. അത്തരം വിഷയം പരാമർശിച്ചിട്ടില്ലെങ്കിലും വളരെ രസകരമായ വേറൊരു കാര്യം പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് പോകുന്നേക്കാൾ നല്ലത് അവിടുന്ന് വരുന്ന വിദേശത്തു നിന്ന് വരുന്ന ചില ആൾക്കാർ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് സിനിമയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അവർ കാണിക്കുന്ന ഒരു നമ്മുടെ ഭാഷയോടും നമ്മുടെ വേഷത്തിനോടും നമ്മുടെ മറ്റ് ചിട്ടകളോടും കാണിക്കുന്ന ഒരു സ്നേഹം നമ്മൾ ഈ സിനിമയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്യാരക്ടറിലൂടെ നമ്മളിത് പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ആ ന്യൂ ജനറേഷൻ ടാഗ് ലൈനോട് തന്നെ ഒരു യോജിപ്പില്ല. ഓരോ സിനിമയും ഓരോ രീതിയിലാണ്, അതേ രീതിയിൽ തന്നെ സംഭവിക്കട്ടെ. നമ്മുടേത് ഒരു കൊച്ചു നല്ല സിനിമയാണ്, നല്ല മലയാളം സിനിമയാണ്. ഒരു കുടുംബത്തോടൊപ്പം മലയാളി പ്രേക്ഷകന്, ഒരു മലയാളി കുടുംബത്തിന് ചേർന്നിരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ് ഇത്. അശ്ലീല തമാശകളില്ലാത്തൊരു സിനിമയാണ്, ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ലാത്തൊരു സിനിമയാണ്, സീനുകളിലും ഒന്നും വൾഗാരിറ്റി ഇല്ലാത്തൊരു സിനിമയാണ്. അതായത് കുടുംബത്തോട് ചേർന്ന ഒരു അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ചേർന്നിരുന്ന് കാണാവുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മലയാള സിനിമയാണ് സോൾട്ട് മാംഗോ ട്രീ. നൃത്തം എൻ്റെ വളരെ വലിയൊരു ഇഷ്ടമാണ്. നൃത്തം ഒരുപാട് വർഷങ്ങളായി ഞാൻ പഠിക്കുന്നുവെങ്കിലും ഒരുപാട് അധികം വേദികളിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് തീർച്ചയായും സിനിമയിലെത്തിയതിന് ശേഷം തന്നെയാണ്. അപ്പോൾ നൃത്തം അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ കളയാറില്ല. അതിനോടൊരു ഇഷ്ടം കൂടുതൽ തന്നെയുണ്ട്. സിനിമയിൽ ആദ്യത്തെ ഒരു 2-3 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടുന്ന എല്ലാ സിനിമകളും ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് അറിയണമായിരുന്നു എന്താണ് സിനിമ, എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതൊരു വശം. രണ്ടാമത് എനിക്ക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കുറേ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്ത് ആ എക്സ്പീരിയൻസ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വരുന്ന ഓഫേഴ്സിൽ തരക്കേടില്ല എന്ന് തോന്നുന്നതെല്ലാം ഞാൻ സ്വീകരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തന്നെ എനിക്ക് തന്നെ ബോറടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വരുന്നതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നാവുന്ന സിനിമ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതല്ലാതെ നേരത്തെ ചെയ്ത പോലെ ഒരുപാട് സിനിമകൾ ചെയ്തു കൂട്ടുന്നതിൽ ഇനി അർത്ഥമില്ല എന്ന് തോന്നുന്നത് കൊണ്ട് മനഃപൂർവ്വം മാറി നിൽക്കുന്നത് തന്നെയാണ്. സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് അത്രയും ഇഷ്ടമായി ഉണ്ടായിരുന്നില്ല. സിനിമ ഞാൻ എല്ലാം കാണുന്ന ഒരാളായിരുന്നു. അച്ഛൻ, അമ്മ, ഞാൻ മാത്രമുള്ളതാണ് എൻ്റെ ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ ഏക വിനോദം എന്ന് പറയുന്നത് എല്ലാ ശനി ഞായറും സിനിമയ്ക്ക് പോകും. റിലീസാവുന്ന എല്ലാ സിനിമകളും ഞങ്ങൾ കാണുമായിരുന്നു. അത് എറണാകുളത്ത് വന്ന് കാണാൻ സാധിച്ചില്ലെങ്കിൽ വീടിനടുത്തുള്ള B ക്ലാസ് തിയേറ്ററിലായാലും സിനിമകൾ തിയേറ്ററിൽ കണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ സിനിമ എന്താണ്, അല്ലെങ്കിൽ എന്താണ് സിനിമയിൽ വരുന്ന കഥകൾ എന്നുള്ളത് പണ്ട് മുതലേ അറിയാം. പക്ഷെ ഇതിൻ്റെ ബിഹൈൻഡ് ക്യാമറയുള്ള പ്രോസസ്സൊന്നും ഒട്ടും പരിചയം ഉണ്ടായിരുന്നില്ല. സിനിമയിൽ വന്നപ്പോഴും ആദ്യം അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ
ആദ്യം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാറി നിൽക്കും. അതിനുശേഷം കുറേയൊക്കെ സമപ്രായക്കാരുടെ വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഫ്രീ ആയിട്ട് സംശയങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. അപ്പം അങ്ങനെ വന്നൊരു ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ശ്രമിച്ചത്. അപ്പോൾ അത് വലിയ തെറ്റില്ലാണ്ട് ചെയ്യാൻ പറ്റിയതാണ് വിശ്വാസം. ആദ്യത്തെ ശ്രമമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കണം എന്നും ചെയ്യണം എന്നും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നാളെ എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും സംഭവിക്കാം.